ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു പെൻസിൽ പാൻറ് ലൈനിങ് കൊടുത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പം അതിനു മുമ്പായി ഞാൻ അടുത്ത ആഴ്ച ടൈലറിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വിത്ത് ലൈനിങ് ടോപ്പും അതുപോലെ തന്നെ പെൻസിൽ പാൻറ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെ കുറച്ച് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അടുത്ത മൺഡേ മുതൽ ടൈലറിങ് ക്ലാസ് ഓപ്പൺ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ മൺഡേ മുതൽ ഇടുന്നതാണ്. ഒട്ടും തയ്യൽ അറിയത്തില്ലാത്തവർക്കും കുറച്ചൊക്കെ തയ്യൽ അറിയുന്നവർക്കും വളരെയധികം ഉപയോഗപ്രദമായ ഒരു ക്ലാസ്സാണ്. അപ്പം എല്ലാവരും ആവശ്യക്കാർ എല്ലാവരും അതിൻ്റെ വീഡിയോ എല്ലാവരും കാണണമെന്ന് പ്രത്യേകം പറയുകയാണ്. കാരണം നിങ്ങൾക്ക് ക്ലാസ് വീട്ടിലിരുന്ന് ഫീസ് കൊടുക്കാതെ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന നല്ല ടൈലറിങ് ക്ലാസ്സാണ്. അതുകൊണ്ട് എല്ലാവരും അഡ്വാൻസായിട്ട് ഞാൻ അടുത്ത മൺഡേ മുതൽ ക്ലാസ് തുടങ്ങുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പെൻസിൽ പാൻറ് ലൈനിങ് വിത്ത് ലൈനിങ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഇനി വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണേ, മറക്കരുത്. വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പിന്നെ അത് കുറച്ച് കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓർക്കാതെ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറന്നു പോകും. അപ്പം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പ്രത്യേകം ഓർത്ത് അത് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 300-350 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ലൈക്ക് കിട്ടണമെന്നാണ് ടാർഗറ്റ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ്സുകളും അതുപോലെ തന്നെ വീഡിയോകളൊക്കെ മുമ്പോട്ട് എനിക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടെന്ന് എനിക്ക് ലൈക്കിലൂടെയും സബ്സ്ക്രൈബറിലൂടെയും മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിനും സഹകരണത്തിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ തുടരാം. ഇത് പെൻസിൽ പാൻറ് കട്ട് ചെയ്യുന്നതിന് അതിൻ്റെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ലൈനിങ് പീസാണ് നമ്മൾ ടേബിളിൽ വിരിച്ചിട്ടിരിക്കുന്നത്. അപ്പം ഈ ലൈനിങ് കൊടുക്കുന്നതിന് ലൈനിങ് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ മേലെ ബോഡി പീസ് ഇട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് 2-2.25 മീറ്റർ വരുന്ന ഒരു ലൈനിങ് പീസാണ് ടേബിളിൽ ഇപ്പോൾ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത് എത്രയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്ത ശേഷം 2 ഇഞ്ച് മേൽഭാഗത്തും അടിഭാഗത്തും 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അപ്പോൾ 37 ആണ് ഈ പാൻറ്റിൻ്റെ ലെന്ത് വരുന്നത്. 37.5 ഇത്ര ലെങ്തിലാണ് ഈ പെൻസിൽ പാൻറ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഇഞ്ച് താഴെ മേൽഭാഗത്തും താഴ്ഭാഗത്തും 2 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് അതിനെ മാർക്ക് ചെയ്യാം. അതിനുശേഷം വേസ്റ്റിന് വേണ്ടിയിട്ട് വേസ്റ്റ് എത്രയാണ് അളവ് പ്രകാരം അതിൻ്റെ വേസ്റ്റിന് വേണ്ടിയിട്ട് 13 ഇഞ്ച് ഇവിടുന്ന് വേസ്റ്റ് ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യണം. പിന്നെ സീറ്റിൻ്റെ ലെന്ത് മടക്കി ഇലാസ്റ്റിക് വിട്ട ശേഷം വേണം ഈ സീറ്റിൻ്റെ ലെന്ത് എടുക്കാൻ. അത് നമുക്ക് ഇപ്പം ഒരു XL XXL ആ സൈസിൽ വരുന്നവർക്കെല്ലാം 14.5 ഇഞ്ച് എടുത്താൽ മതിയാവും. 14.5 ഇഞ്ച് ലെങ്ത് എടുക്കുക. ഇവിടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് എടുക്കുക. അപ്പം വേസ്റ്റ് എടുക്കേണ്ടത് എപ്പോഴും മീഡിയം അല്ലെങ്കിൽ XL XXL സൈസുകാർക്ക് 13 ആണ്, അല്ലെങ്കിൽ 13.5 14 വരെ എടുക്കാം വേസ്റ്റ്. അപ്പം ഓരോരുത്തരുടെ സീറ്റ് അനുസരിച്ചാണ് നമ്മളിവിടെ വേസ്റ്റ് കൊടുക്കുക. അപ്പോൾ 13 മുതൽ 14 15 വരെ കൊടുക്കാവുന്നതാണ്.
ഇല്ലെങ്കിൽ ഇനി അധികം ചുരുക്ക് വേണ്ട, ലൂസ് വേണ്ടാത്തവർക്കാണെങ്കിൽ കുറച്ച് കൊടുക്കാം. 12 ഇഞ്ച് വരെ, 11.5 ഇഞ്ച് വരെ കുറച്ച് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. കാരണം ഓരോരുത്തരുടെ സൈസ് അനുസരിച്ച് ആണ് അതിന് കട്ടിങ് പോകുന്നത്. ഇവിടെ നമ്മൾ ഷേപ്പ് വന്നിട്ട് സീറ്റിൻ്റെ ഷേപ്പിൽ 2 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം. 2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് ടേപ്പ് വെച്ച് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു മെഷർമെൻ്റ് അവിടെ കിട്ടും. പിന്നെ കാലിൻ്റെ വണ്ണം വരുമ്പോഴേക്കും ഇവിടെ വന്ന് 15 അല്ലെങ്കിൽ 16, മാക്സിമം 16 മതി. 16 കൂടുതലായാൽ ഭയങ്കര ലൂസായിട്ട് തോന്നിക്കും. ഇനി തീരെ കുറവായ കാല് ഭയങ്കര ടൈറ്റ് ആവും. അതുകൊണ്ട് 14 മുതൽ 16 വരെ അളവുകൾ എടുക്കാവുന്നതാണ്. അത് നമുക്ക് 14 എടുത്തു കഴിഞ്ഞാൽ കുറച്ച് മാർജിൻ ഇവിടെ നമ്മൾ കൂടുതൽ എടുത്തിടണം. കാരണം നമുക്ക് അഥവാ ബൈ ചാൻസ് അഴിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങിൽ പ്രോബ്ലം വരരുത്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 15 ആണ് എടുക്കുന്നത്. 15 പ്ലസ് 2 ഇഞ്ച് മാർജിനാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ സീറ്റ് കഴിഞ്ഞു, കാലിൻ്റെ വണ്ണം എടുത്തു. ഇനി നെക്സ്റ്റ് വരുന്നത് ബോട്ടമാണ്. ബോട്ടത്തിന് 6 ഇഞ്ച് ഇവിടെ എടുത്ത ശേഷം 1 ഇഞ്ച് വിട്ടും മാർക്ക് ചെയ്യുക. അതിനുശേഷം വിടർത്തിയിട്ട് ഈ ക്ലോത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിക്കണം. സ്കെയിലെടുത്ത് അതിന് സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്ത ഭാഗം കൊണ്ട് യോജിപ്പിച്ച് കൊടുക്കുക. സ്ട്രെയിറ്റ് ലൈനിട്ട് മാർക്ക് ചെയ്യുക. സ്ട്രെയിറ്റ് പാൻ്റ് ആയതുകൊണ്ട് ഒരുപാട് ഷേപ്പിലെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കാലിന് വണ്ണം നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. കാരണം ചിലർക്ക് കാലിന് നല്ല വണ്ണം ഉള്ളവർക്ക് കുറച്ച് ഫ്രീ സൈസാണ് വേണ്ടത്. കാരണം ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് അത് മെഷർമെൻറ്റ് ശരിയാകില്ല. അതുകൊണ്ട് നോക്കിയെടുക്കുക. ഓരോരുത്തരുടെ മെഷർമെൻറ്റ് എങ്ങനെയാണോ, അളവ് ഉണ്ടെങ്കിൽ ആ അളവ് ചെക്ക് ചെയ്തെടുത്താലും മതി. അപ്പം മെയിനായിട്ട് എടുക്കേണ്ട മെഷർമെൻറ്റുകളാണ്. ലെന്ത് എടുക്കണം ഫസ്റ്റ്. അതിനുശേഷം മേലെ മടക്കി അടിക്കുന്നതിന് ഇവിടെ ഇലാസ്റ്റിക് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വിടുക. അതിനുശേഷം ഇവിടെ വേസ്റ്റിൻ്റെ അളവെടുക്കുക. വേസ്റ്റിൻ്റെ അളവിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് വന്നിട്ട് 14.5 ഇഞ്ച് സീറ്റിൻ്റെ അളവെടുക്കുക. അതിനുശേഷം 2 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷമാണ് കാലിൻ്റെ അളവ് ഇവിടുന്ന് 14 മുതൽ 15 വരെ എടുക്കാം. അപ്പോൾ ആ അളവെടുക്കുക. ഈ സൈസിലുള്ളത് മാത്രമേ, XL, XXL, XXL ആ സൈസിലുള്ളവർക്ക് മാത്രമാണ് ഈ മെഷർമെൻറ്റ് വരിക കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ കാലിൻ്റെ ബോട്ടത്തേന് വന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക 6 ഇഞ്ച്. അതിന് ഇവിടുന്ന് 1 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്ത് അതിന് സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് എടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഇതിനെ കട്ട് ചെയ്യാം, ലൈനിങ് കട്ട് ചെയ്യാം. സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുള്ള ലൈനിൽ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ വേസ്റ്റ് എടുത്തിട്ടില്ലേ, വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടില്ലേ 13 ഇഞ്ച്. അവിടുന്ന് സ്ട്രെയിറ്റ് മാർക്ക് കട്ട് ചെയ്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, ഈ 2 ഇഞ്ച് മാർക്കിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ. അപ്പം ലൈനിങ്ങിൻ്റെ ഇതിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു. അതിനുശേഷം ഈ ലൈനിങ് പീസ് എടുത്ത് നമ്മൾ ബോഡിയുടെ മേലെ ഇട്ട് കട്ട് ചെയ്ത് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ എളുപ്പ വഴിയാണ് ആദ്യം ലൈനിങ് എപ്പോഴും കട്ട് ചെയ്യുക എന്നുള്ളത്.
ഇത് ഇതിൻ്റെ മേലെ ഇടുക. ബോഡി പീസ് ബോഡി പാൻറ്റ് പീസിൻ്റെ ഫോൾഡ് 4 ഫോൾഡായിട്ട് ഫോൾഡ് ചെയ്യണം കേട്ടോ. 4 ഫോൾഡായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് ടേബിൾ മേലെ വിരിച്ചിടുക. അതിനുശേഷം അതിൻ്റെ ചുളിവൊക്കെ നല്ലപോലെ വിടർത്തി, ചുളിവൊന്നും ഉണ്ടാകരുത്, അടിയിൽ പീസൊന്നും ഫോൾഡായി കിടക്കാൻ പാടില്ല, അതെല്ലാം ചെക്ക് ചെയ്യണം കറക്റ്റായിട്ട്. അപ്പോൾ നമ്മളതിൻ്റെ 4ആയി മടക്കിയ പീസാണ് ടേബിൾ മേലെ ഇട്ടിരിക്കുന്നത്. ഈ പീസിൽ അതിൻ്റെ മേലെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്ത പീസ് അതിൻ്റെ മേലെ വെക്കണം, വിരിച്ചിടുക. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ലെങ്ത് എല്ലാം കറക്റ്റായിട്ട് നോക്കാനായിട്ട് ചെക്ക് ചെയ്യാൻ എളുപ്പമാകും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേലെ തന്നെ വിരിച്ചിടുക. അല്ലെങ്കിൽ പിന്നെ മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യുന്നത് റിസ്ക് അല്ലേ. അപ്പം നമ്മൾ ഇതിന് ലൈനിങ് ആദ്യം കട്ട് ചെയ്തെടുത്ത് ആ പീസ് വിരിച്ചിട്ടു. അതിൻ്റെ ഷേപ്പെല്ലാം കറക്റ്റ് ഷേപ്പിൽ വെച്ച് അതിന് ചുളിവെല്ലാം വിടർത്തി കൊടുക്കുക. ചുളിവെല്ലാം വിടർത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്ത് എടുക്കണം. ലൈനിങ് ചേർത്ത് കട്ട് ചെയ്ത് അതിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം വേസ്റ്റിൻ്റെ ഭാഗം കട്ട് ചെയ്തു. ഇനി സീറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്യണം. അതേപോലെ സെയിം ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പം നമ്മളിവിടെ പെൻസിൽ പാൻറ്റിൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ ബോഡി പാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.